അദ്ദേഹം തന്മയത്വത്തോടു കൂടി എടുത്ത കാര്യങ്ങൾ നമുക്കൊക്കെ അറിയാം. മാത്രമല്ല നല്ലൊരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. നേരത്തെ പലരും പറഞ്ഞു സാറ് വരുമ്പോ ഒരു കീർത്തനം ചൊല്ലേണ്ടതുണ്ട്. ശബരിമലയിലെ ആ കീർത്തനം ചൊല്ലുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നിട്ടുള്ള ആ ഒരു രീതിയിലെ ആ ഒരു കീർത്തനം എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ആരാധ്യനായ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ശ്രീജിത്ത് IPS അവകളെ സ്നേഹത്തോടുകൂടി ഈ പൈതൃക ഭാഗവതോത്സവ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം. അദ്ദേഹം ഗുരുത്വത്തെ കുറിച്ച് അവസാനം സംസാരിച്ചത് വളരെ കേട്ടാണ്. ഞാൻ പറഞ്ഞ അദ്ദേഹത്തെ അനുസരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് അറിയില്ല. ആദ്യമായിട്ട് നിങ്ങൾ ഓരോരുത്തരോട് പറയേണ്ടത് യജ്ഞവേദിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് യജ്ഞാചാര്യനെ ഭീതിപ്പെടുത്താതെ കയറാൻ പാടില്ല. ഞാൻ ആകെ ഒരു ദക്ഷിണ വെച്ചു സത്യം പറഞ്ഞാൽ ഭഗവൂല അത് താമ്പൂലം എല്ലാം ചേർത്ത് അദ്ദേഹത്തിന്റെ അനുവാദത്തോടു കൂടിയാണ് കയറാൻ. ഇനി അല്ലാണ്ട് ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ പറയാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ ഇത് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഇന്ന് അദ്ദേഹത്തിനോട് വളരെ മുമ്പ് വേറെ ഒരു ദിവസം വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോ ഭഗവാന്റെ നിയോഗം പരീക്ഷത്തിന് മോക്ഷം കിട്ടുന്ന നേരത്തെ എനിക്ക് വരാൻ വേണ്ടിയായിരുന്നു. സപ്താഹം അവസാനിച്ച് അദ്ദേഹം മോക്ഷത്തിലെത്തുന്ന സമയത്ത് യജ്ഞാചാര്യനെ നമസ്കരിച്ച് ആ വഴി പോവാൻ സ്വർഗാരോഹണത്തിന് തയ്യാറെടുക്കാൻ വേണ്ടിയുള്ള നിയോഗമാണ് എനിക്ക് തന്നിരിക്കുന്നത്. പരമഭാഗ്യമായി കരുതുന്നു. ഹന്തഭാഗ്യം ജനാന. ഇപ്പൊ അദ്ദേഹം എന്നെ കുറിച്ച് ഒരുപാട് നല്ല വാക്കുകൾ പറഞ്ഞു. കേട്ടപ്പോ കൊതിയായി. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹം തെല്ലൊന്നല്ല മനസ്സിലുള്ളത്. കർമ്മയോഗി എന്നൊക്കെ പറയണത് എവിടെ കിടക്കുന്ന ഒരു സങ്കല്പമാണെന്ന് എനിക്ക് ഏകദേശ രൂപമുണ്ട്. ഞാൻ ബഹുദൂരം ആകെ നമ്മൾ തമ്മിലുള്ളൊരു വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറയാനുള്ളത് എത്ര ദൂരം ഉണ്ടെന്ന് ഏകദേശം ഒരു ധാരണ എനിക്കുണ്ട്. നിങ്ങൾക്കത് ഉണ്ടോ എന്നുള്ള സംശയം എനിക്കുണ്ട്. അത്രേ ഉള്ളൂ. വളരെ ദൂരം സഞ്ചരിക്കാനുള്ളൊരു പന്ഥാവിലൂടെയാണ് പോണത്. ജനകനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കർമ്മയോഗിയായിരുന്നു. ആദ്യത്തെ ഭാഗവതാചാര്യൻ ജനകന്റെ അടുത്ത് ബ്രഹ്മജ്ഞാനം അന്വേഷിച്ച് പോയിന്നൊരു കഥയുണ്ട്. അപ്പൊ ജനക മഹാരാജാവ് ജനകനെ കുറിച്ച് നമുക്കറിയാവുന്ന എങ്ങനെയാണ്? സീതയുടെ അച്ഛൻ. ഇത്രേ ഉള്ളൂ. സീതയുടെ അച്ഛൻ. ഈ മക്കളുടെ പേരിൽ അറിയപ്പെടുന്ന മാതാപിതാക്കളുടെ ശ്രേണിയിൽ ഒരു പക്ഷേ ഏറ്റവും വലിയ മഹാനായിട്ടൊരു വ്യക്തി അദ്ദേഹമായിരുന്നിരിക്കാം. ഇപ്പൊ എന്റെ മകൾ വലിയ കരാട്ടേക്കാരിയൊക്കെയാ. അപ്പൊ അവളുടെ കരാട്ടെ ടൂർണമെന്റിന് പോകുന്നിടത്തുനിന്ന് പലരും പറയും കല്യാണിയുടെ അച്ഛൻ. അതുപോലെ ജനകനെ കുറിച്ച് നമുക്കറിയാവുന്ന സീതയുടെ അച്ഛൻ. പക്ഷെ ഞാൻ ഈ എൻ്റെ അടുത്ത് കല്യാണിയുടെ അച്ഛൻ എന്ന് പറയുന്നവരോട് ഞാൻ പറയുന്നൊരു വാക്കുണ്ട്. എനിക്ക് വേറെയും ചില ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. അതുപോലെ ജനക മഹാരാജാവ് സ്ഥിതപ്രജ്ഞൻ. സ്ഥിതപ്രജ്ഞൻ ആരാണ്? സ്ഥിതപ്രജ്ഞസ്യ ഭാഷ സമാധിസ്തസ്യ കേശവ. സ്ഥിതപ്രജ്ഞന്റെ ഭാഷ സമാധിയാണെന്നാണ്. എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ജനമഹാരാജാവ് അമ്പെയ്യുമ്പോൾ പോലും അദ്ദേഹം സമാധിവസ്ഥയിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത്തരത്തിലുള്ള ശ്രേഷ്ഠനായിട്ടുള്ള ഒരാൾ കർമ്മയോഗി. അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ശുഗമഹർഷി പണ്ട് ചെന്നു. ശുഗനൊരു പ്രത്യേകതയുണ്ട്. നൂൽബന്ധമില്ല. കാരണം എന്താണ്? അഹംബോധമില്ല, ഭേദബുദ്ധിയില്ല. ഞാൻ എന്താണെന്നോ ഞാൻ ആരാണെന്നോ എന്റെ ശരീരം എന്റേത് എന്ന് പറയാനായിട്ട് അദ്ദേഹത്തിന് ഈ പ്രപഞ്ചം മുഴുവനാണുള്ളത്. എങ്ങനെ? ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ പറയുന്നത് പോലെ അഹം വികൽപൈർഹമേവ കേവലം മൈസ്ഥിതം വിശ്വമിതം ചരാചരം ഇതം രഹസ്യം അമേന ദഷ്ടം സവന്തനീയോ. അവിടെയും ഗുരുവുണ്ട്. ആ സവന്തനീയോ ഗുരുരേവ കേവലം. അഹം വികൽപ്പ. എനിക്ക് മുറിവുകളില്ല. ഞാൻ നിരന്തരമാണ്. ഞാൻ തുറന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ബ്രഹ്മമാകുന്നു. അഹം വികൽപൈർഹമേവ കേവലം. ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. മൈസ്ഥിതം വിശ്വമിതം ചര. ഈ വിശ്വവും ചരാചരങ്ങളും മുഴുവൻ എന്നിൽ നിലനിൽക്കുന്നു. ഇതം രഹസ്യം അമേന ദർശിതം. ഞാൻ തന്നെ കണ്ടുപിടിച്ച. വേറെ ആരുമില്ലല്ലോ. വേറെ ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം പറയണത് ആ സവന്തരിയോ ഗുരുരേവ കേവലം. അതിന് ഞാൻ എന്റെ ഗുരുവിനെ നമിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അവസ്ഥയിലുള്ള ശുഗമഹർഷി ബ്രഹ്മജ്ഞാനം അന്വേഷിച്ച് ചെന്നത് ആരടുത്താണ്? അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഞാൻ പറഞ്ഞില്ല, ഭേദബുദ്ധിയില്ല, ദേഹബുദ്ധിയില്ല, ഒന്നുമില്ല. മനോബുദ്ധി അഹങ്കാര ചിത്ത. ഞാൻ മനസ്സല്ല, ബുദ്ധിയല്ല, അഹങ്കാരമല്ല, ചിത്തവുമല്ല എന്ന അവസ്ഥയിൽ നടക്കുന്ന ശുഗൻ ചെന്ന് ജനക മഹാരാജാവിനോട് ചോദിക്കാൻ പോവുകയാണ്. പോകുമ്പോ എന്താ കാണണമെന്നറിയോ? ഒരു ശിവലിംഗത്തിൽ കാല് പണച്ചു വെച്ചിരിക്കുന്നു. ആര്? ജനകൻ. തല വെച്ചിരിക്കുന്ന ഒരു വിഷ്ണുവിന്റെ വിഗ്രഹത്തിലാ. സ്ഥലം തെറ്റിപ്പോയി. ഈശ്വരനെ ഇത്ര കണ്ട് നിന്ദിക്കുന്ന ഒരാളെടുത്താണല്ലോ ഞാൻ ബ്രഹ്മജ്ഞാനം അന്വേഷിച്ചു എന്നോട്ട് ശുഗൻ തിരിച്ചടക്കാണ്. മയങ്ങിക്കിടക്കുന്ന ജനകൻ പറയുന്നു, ആരാണ്? എങ്ങടാ പോണ? എന്താ വിശേഷം? ഇല്ല, ഞാൻ തെറ്റിപ്പോയി. അപ്പൊ ജനകൻ ചോദിക്കുന്നു, ഞാൻ
ഭഗവാന്റെ മുകളിൽ കാലെടുത്ത് വെച്ചതാണ് താങ്കളുടെ അനിഷ്ടമെങ്കിൽ, നീരസമെങ്കിൽ ഒരു കാര്യം ചെയ്യാ, അതെടുത്ത് ഭഗവാൻ ഇല്ലാത്തടത്തേക്ക് വെക്കുക. ജനകനെ നമസ്കരിക്കുകയാണ്, പിന്നെ ശുഭൻ ചെയ്യുന്നത് ഇവിടെ കൊണ്ടുവെക്കും. അതാണ് ഞാൻ പറഞ്ഞത്, അഹം വികൽപ്പൈരഹമേവ, ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല എന്നുള്ള സങ്കല്പത്തില് നിരന്തരം ജീവിച്ചിരുന്ന ശുഗന്റെ ഗുരുസ്ഥാനീയനാണ് ആര്? ജനകൻ. ആ ജനകനെയാണ് ഞാനൊരു കർമ്മയോഗി എന്ന് അദ്ദേഹം പറയുമ്പോൾ എന്റെ മനസ്സിൽ ഓടി വരുന്ന ഒരു ചിത്രം ജനക മഹാരാജാവിന്റെയാണ്. അപ്പൊ ഞാൻ എന്താ പറയാ, ഞാൻ ഈ എന്താ പറയാ ഏറ്റുമാനൂര് പോയി 7.5 പൊന്നാന ദർശനത്തിന് പോകാറുണ്ട്. 33 കോടി ദൈവങ്ങളും വന്നിരിക്കണ മഹർഷിമാരൊക്കെ ഉണ്ട് ഇത്ര അവിടെ ആ നേരത്ത്. അപ്പൊ ഉള്ള പ്രശ്നം എന്താ അറിയോ, അപ്പൊ നമ്മളും ചെന്ന് ഒപ്പം നിൽക്കുക, ആരടുത്ത്? മഹർഷിമാരുടെ ഒപ്പം. അപ്പോ നമ്മൾ ചെന്ന് നിൽക്കുമ്പോ അവിടെ പോയി നിൽക്കുന്നതിന് മുമ്പ് എല്ലാവരോടും അപേക്ഷിക്കണം എന്നാണ് ശാസ്ത്രം. യജ്ഞാചാര്യന്റെ അനുവാദം ഞാൻ ചോദിച്ചു എന്ന് പറയുന്നത് പോലെ ഓരോരുത്തരോടും. ഇപ്പൊ ഞാൻ അവിടെ ചെന്ന്, എനിക്ക് പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു, ദിവസവും രാവിലെ രുദ്രവും ചമകവും ഒക്കെ ചൊല്ലും. അവിടെ പോയിരുന്നിട്ട് നമസ്കാര മണ്ഡപത്തിൽ കയറുന്നില്ല ചൊല്ല. ഇപ്പൊ രുദ്രം ചൊല്ലുന്ന ചമകം ആദ്യം ചൊല്ലിയത് ആരാന്നറിയോ? രുദ്രമേ പ്രയറ്റമേ എന്ന മേ 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 എന്നാണ് എല്ലാം അവസാനിക്കണം. എന്താ കാര്യം? ഈ ദക്ഷിണ തല വെച്ചു കൊടുത്തേ, ആടിന്റെ തല. അത് കഴിഞ്ഞപ്പോ ശിവനെ ആദ്യമായിട്ട് സ്തുതിക്കാൻ നോക്കുമ്പോൾ മേ എന്നല്ലാണ്ട് കറന്നു വരില്ല, ആടല്ലേ പാവം. ആ സ്തുതിച്ച സ്തുതി കൂടി ഇരുന്ന് ചൊല്ലുമ്പോ നമ്മുടെ ഡിക്ലറേഷൻ എന്താന്ന് ഭഗവാന്റെ അടുത്ത് നമ്മൾ പറയുന്നത് എന്താണ്? ദക്ഷ പ്രജാപതിയോടെ ഞാൻ പറഞ്ഞ എന്താ പറയണ, നിങ്ങളും ചമകം ചൊല്ലി ഞാനും ചൊല്ലുണ്ട് കേട്ടാ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് ഈക്വൽസ്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ചെന്ന് നമ്മൾ പലരുടെ